ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് നമ്മുടെ പച്ചക്കറി തോട്ടമാണ്. അതിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയ വിത്തിട്ട് മുളപ്പിക്കുന്നുണ്ട്. അപ്പം കുറേ പാകമായ പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഇത് നട്ടിട്ടുള്ളത്. നമ്മുടെ പല വീഡിയോസിലായിട്ട് പല വിത്ത് വിതയ്ക്കുന്നതും ഒക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിത്തും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളത് ഗ്രോ ബാഗിലേക്ക് വെച്ചിട്ട് തൈ മുളപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മുന്നേ കണ്ടതൊക്കെ നമ്മുടെ വിളവെടുക്കാനായിട്ടുള്ള പച്ചക്കറികളാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കുറച്ച് മുളകുകളാണ്. കാന്താരി മുളകുണ്ട്, മൂരുമുളകുണ്ട്, സാദാ മുളകൊക്കെ ഉണ്ട്. പിന്നെ ഇത് നീലമുളകാണ്. നമുക്കിത് ഉണക്കിയിട്ട് വേണമെങ്കിൽ ഉണക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ കറിയിലിടാനും ഉപ്പേരിയിലിടാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. സാധാ വലിയ മുളക് മാത്രമൊന്നുമല്ല, ഇതൊക്കെ നമുക്ക് ഭക്ഷണാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഇളവനാണ്. നമ്മൾ കവർ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. കുറച്ചൊക്കെ വലുപ്പമായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വലിപ്പം വെക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയുള്ളൂ. നമ്മളൊരു വലിയ പന്തലായിട്ട് പടർത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് കോവക്ക ഉണ്ട്, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ കയ്പക്ക ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ മുളക് ഒക്കെ നമ്മൾ ഈ ഒരു പന്തലിലേക്ക് തന്നെയാണ് പടർത്തിയത്. ടെറസിൻ്റെ മുകളിലാകുമ്പോൾ അങ്ങനെ ഒരു പന്തലിട്ടുണ്ട്. നമുക്കെല്ലാം പടർത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ 2 ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗാർഡനിങ് സോയിൽ പിന്നെ ചാണകപ്പൊടി കുറച്ച് മിക്സ് ചെയ്താണ് മെയിനായിട്ട് ഗ്രോ ബാഗിലെ മിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വിത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പയറും ഉണ്ട്, വെണ്ടയ്ക്കേൻ്റെ വിത്തുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചീരേൻ്റെ കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളരീൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മുളപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഓൾറെഡി മണ്ണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രോ ബാഗാണ്. ജസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വിത്തിട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി വെള്ളം കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മണ്ണായതുകൊണ്ട് തന്നെ വെള്ളം വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ആഴ്ന്ന് കിട്ടും. അതുപോലെ ഈ ഒരു ഗ്രോ ബാഗിൽ ഞാൻ കുറച്ച് നന്നായിട്ട് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പുതർത്തിയിൽ നിന്നാണ് വിത്ത് എടുത്ത് കൊടുക്കുന്നത്. നമ്മൾ പയറിൻ്റെ ഓരോന്നായിട്ട് നട്ടു കൊടുക്കുകയാണ്. നമ്മൾ ഒരു ഗ്രോ ബാഗിൽ ഒരു 3-4 പയറിൻ്റെ വിത്തും പിന്നെ കുറച്ച് വെണ്ടേൻ്റെ വിത്തുമാണ് നട്ടു കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചീരേൻ്റെ വിത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് നന്നായിട്ട് നനച്ച് കൊടുക്കാം വിത്തിട്ടതിന് ശേഷം. ഇനിയിപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് തൈകൾ ഉണ്ടായി വരും. ഒരു 2-3 ആഴ്ച ആകുമ്പോഴത്തേക്കും നല്ല വലുപ്പം തന്നെ വെച്ച് കിട്ടും. അപ്പോൾ നമുക്ക് മാറ്റി കുഴിച്ചിടാവുന്നതാണ്. നമ്മൾ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തൈയിട്ടിട്ട് വിത്തിട്ട് നമ്മൾ മുളപ്പിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഏകദേശം ചീരത്തൈകളൊക്കെ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പയറിൻ്റെ 2-3 തൈ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുളകിൻ്റെ ഒരു തൈ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ച പ്രായമായ ചീരത്തൈകളാണ്. ഒരു വലിയ പയറിൻ്റെ തൈയുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിത്തിനിട്ടതൊക്കെ മുളച്ച് നന്നായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ഥലപരിമിതിയുള്ളവരൊക്കെയാണ് ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതൊക്കെ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.